എല്ലാവർക്കും നമസ്കാരം. ധന്വന്തരിയെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാം. ധന്വന്തരി ഭഗവാൻ അമൃതമഥന സമയത്ത് പാലാഴി കടഞ്ഞപ്പോൾ അമൃതകുംഭമായി ഉയർന്നു വന്നു എന്ന ചരിത്രം. അത് വന്നത് മത്സ്യപുരാണത്തിൽ പറയുന്ന കൃഷ്ണപക്ഷ ത്രയോദശി ചതയം നക്ഷത്രത്തിൽ കൃഷ്ണപക്ഷ ത്രയോദശിയിലാണ് ഈ ധന്വന്തരിയുടെ ഉത്ഭവം. അതും ആശ്വിന മാസത്തിൽ കൃഷ്ണപക്ഷ ത്രയോദശിയിൽ വ്യാഴാഴ്ച ഗുരുവാരെ വ്യാഴാഴ്ച ചതയം നക്ഷത്രത്തിലാണ് ധന്വന്തരി ഭഗവാന്റെ അവതാരം പറയുന്നത്. അദ്ദേഹം ആ പാലാഴി വന്ന സമയത്ത് രണ്ട് കയ്യിൽ അമൃതകുംഭത്തോടുകൂടി വെളുത്ത വസ്ത്രം ധരിച്ചിട്ടാണ് ഉയർന്നതെന്നാണ് പറയുന്നത്. രണ്ട് കയ്യുള്ളൂ ധന്വന്തരിക്ക് സാധാരണ. പിന്നെ അത് വിഷ്ണുവിൻ്റെ 12ാമത്തെ അവതാരമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ധന്വന്തരി വാക്കിന് നേരത്തെ പറഞ്ഞു ധനുസിൽ സഞ്ചരിക്കുന്നത്. പിന്നെ ഈ ധനുശാസ്ത്രത്തിൽ കേമൻ, മാത്രമല്ല ശല്യതന്ത്രത്തിൻ്റെ ഈ സർജറിയുടെ ഏറ്റവും വലിയ ദേവനായിട്ടാണ് കണക്കാണ്. ദേവന്മാരുടെ എല്ലാം ദേവനാണ്. പുരാണങ്ങളിലെ മത്സ്യപുരാണത്തിലൊക്കെ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനമുള്ളത് ആയുർവേദ ഗ്രന്ഥങ്ങളാണ്, സുശ്രുത സംഹിതയിലാണ്. ഈ സുശ്രുത സംഹിതയിൽ ധന്വന്തരിയുടെ കുലത്തിൽപ്പെട്ട ആളാണ് സുശ്രുത മഹർഷി എന്ന് പറയും. മാത്രമല്ല വാരണാസിയിലെ കാശിരാജാവായി ദിവോദാസൻ ധന്വന്തരിയുടെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ നിന്നാണ് ധന്വന്തരിയുടെ കൺസെപ്റ്റ് ഭൂമിയിലേക്ക് ഇറങ്ങിയത്. ഭുവനത്തിലെ എല്ലാ രോഗങ്ങളും എല്ലാ സങ്കടങ്ങളും ദുരിതങ്ങളും അകറ്റാനായിട്ടാണ് ആ അവതാര ലക്ഷ്യമെന്നാണ് പറയുന്നത്. അപ്പോൾ ധന്വന്തരിയുടെ ചരിത്രപരമായി പറയുമ്പോൾ ചരിത്രപരമായി 3 കൺസെപ്റ്റുണ്ട്, 3 തരത്തിൽ ധന്വന്തരിയുണ്ട്. ഒന്ന്, ദൈവികാംശമുള്ള ധന്വന്തരി പാലാഴി മത സമയത്ത് വന്നു അമൃതകുംഭം നടത്തി എന്നിട്ട് സൂര്യനിൽ ലയിച്ചു വിഷ്ണുവിൻ്റെ അവതാരമായിട്ട്. 2, കാശിരാജാവായി ദിവോദാസനായിട്ട്, അതായത് മനുഷ്യകുലത്തിലെ മനുഷ്യ ഗുണം ഉള്ള ഒരു ദേവനായിട്ട് അവതാരം ചെയ്തു തന്നെ. അത് പറയുന്നുണ്ട്, അഹം കാശിരാജാഭൂത്ത് ആയുർവേദം കരിഷ്യാമി എന്ന് പറയുന്നുണ്ട്. ആയുർവേദത്തെ ഉണ്ടാക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ആയുർവേദത്തെ കൊണ്ടുവന്നത് കാശിരാജാവിൻ്റെ മകനായി വിഷ്ണുവംശ സംഭവനായി ധന്വന്തരി അവതരിച്ചു എന്ന് പറയുന്നത്. പിന്നെ ഈ ധന്വന്തരിയുടെ കുലത്തിൽ, അതായത് ശസ്ത്രക്രിയാ വിശാരദന്മാരെ ധന്വന്തരീയന്മാർ എന്ന് പറയാറുണ്ട്. അതുപോലെ വൈദ്യത്തിൽ മികച്ചതായി നിന്നുകൊണ്ട് വൈദ്യവൃത്തിയിൽ വളരെയധികം സാമർഥ്യം കൊണ്ട് രോഗികൾക്ക് അനാവധി ആശ്വാസം കൊടുത്ത വ്യക്തികളെയും ധന്വന്തരീയന്മാർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 3 വിധത്തിൽ ഈ ധന്വന്തരി എന്ന വാക്കിനെ നമ്മൾ വ്യാഖ്യാനിക്കാം. ഇതാണ് നമ്മൾ ഒരു പ്രത്യേക കാര്യങ്ങൾ ചിന്തിക്കുന്നത്. പിന്നെ ധന്വന്തരിക്ക് 4 കൈ വന്നത് എപ്പോഴാണ്? അവിടെയാണ് നമ്മൾ ധന്വന്തരിയുടെ ഗുണഗണങ്ങൾ മനസ്സിലാക്കി ആ ഗുണങ്ങൾ ആർജിക്കാൻ വേണ്ടിയാണ് ധന്വന്തരിയെ ഉപാസിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്, നാമം ജപിക്കുന്നത്. 4 കൈയിന് 4 ഗുണങ്ങളാണ്. ഞാൻ മുമ്പ് പറയുന്നുണ്ടായിട്ടുണ്ട്, കാംക്ഷന്തേ കർമ്മണാം സിദ്ധി യജന്തഹ്യ ദേവന. ധന്വന്തരി എന്ന ദേവലയെ പൂജിക്കുന്നത്, ഭജിക്കുന്നത്, ഉപാസിക്കുന്നത് ധന്വന്തരിയുടെ ഗുണങ്ങൾ ആർജിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ധന്വന്തരി ദേവന്മാരുടെ ദേവനാണ്. പ്രത്യേകിച്ചും ആയുർവേദ വൈദ്യന്മാരാണ് ഈ ധന്വന്തരിയെ ഉപാസിക്കുക. അത് ആ ധന്വന്തരിയുടെ ഗുണങ്ങൾ ആർജിക്കാൻ വേണ്ടിയാണ് ധന്വന്തരി ഉപാസനയായിട്ട് മാറുന്നത്. അതാണ് വേറെ ചില കാര്യങ്ങൾ ധന്വന്തരിയെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും ധന്വന്തരി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ധന്വന്തരിയേ നമഃ.